അജ്വ ഭാഗം 10. രാവിലെ തന്നെ എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ അവർ തന്ന അഡ്രസ്സിലുള്ള വീടും തപ്പി പുറപ്പെട്ടു. അധികം തപ്പേണ്ടി വന്നില്ല. ഒരു ഇരുനില വീടിൻ്റെ മുന്നിൽ ഓട്ടോ നിന്നു. ഞാൻ ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടു. വീടിൻ്റെ സിറ്റൗട്ടിൽ കയറി കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. 10-60 വയസ്സുള്ള ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. ആരാ? ഞാനിവിടെ ഹോം നേഴ്സിനെ വേണമെന്ന് പറഞ്ഞിട്ട് വന്നതാ. എന്നെ ഒന്ന് അടിമുടി നോക്കിയിട്ട് എന്നോട് അകത്ത് കയറാൻ പറഞ്ഞു. ഞാൻ അവരുടെ പിന്നാലെ അകത്തേക്ക് കയറി. എന്താ പേര്? നസീഹ. ഇതാ നിൻ്റെ റൂം. അതാണ് എൻ്റെ മോൻ്റെ റൂം. ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നോളൂ. ഞാൻ ഫ്രഷായി വന്നപ്പോഴേക്കും അവർ ചായ എടുത്തിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരു ബോക്സ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് ഓൻ്റെ മരുന്നുകളാ, ഇനി ഇതൊക്കെ നീ കൊടുക്കണം. എല്ലാത്തിനും തലയാട്ടി സമ്മതിച്ച് ആ മുറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ നോക്കുമ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഞാൻ ഹിജാബിലല്ലാന്ന്. എന്തായാലും ഒരു അന്യപുരുഷനല്ലേ. ഞാൻ വേഗം എൻ്റെ ഷാൾ കൊണ്ട് ഹിജാബ് പോലെ ചുറ്റിക്കുത്തി റൂമിൽ കയറി. അയാൾ കണ്ണു ചിമ്മി കിടക്കുകയായിരുന്നു. ഞാൻ വേഗം ഗുളികയും ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് അയാളുടെ അടുത്തേക്ക് നടന്നു. എൻ്റെ കാൽപ്പെരുമാറ്റം കേട്ടിട്ടാണെന്ന് തോന്നുന്നു അയാൾ കണ്ണുകൾ തുറന്നു. ഞാൻ ഗുളികയും വെള്ളവും അയാൾക്ക് നേരെ നീട്ടി. അയാളാണെങ്കിൽ എന്നെ തുറിച്ചു നോക്കുകയായിരുന്നു. ഗുളിക എന്ന് എൻ്റെ 2-3 പ്രാവശ്യമുള്ള ആവർത്തനം കേട്ടപ്പോൾ അയാൾ വേഗം അത് വാങ്ങിക്കുടിച്ച് ഗ്ലാസ് തിരികെ തന്നു. എന്തോ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ തുറിച്ചു നോക്കുന്ന അയാളോട് എന്തോ പോലെ തോന്നി എനിക്ക്. ഇനിയിപ്പോൾ എൻ്റെ കോലം കണ്ടിട്ടാണോ ഇങ്ങനെ നോക്കുന്നത്? പിന്നെ അധിക നേരം അവിടെ നിന്നില്ല. അവിടുന്ന് പുറത്തിറങ്ങി. പടച്ചോനെ, ആ പെണ്ണിനെയും കൊണ്ട് തോറ്റു. ഓൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവോ എന്തോ. ഓളോട് ചോദിച്ചിട്ടിൻ്റെ കാര്യം. ഫോണെടുത്ത് ഓക്ക് വിളിച്ചപ്പോൾ 2ാമത്തെ റിങ്ങിൽ ആൾ ഫോൺ അറ്റൻഡ് ചെയ്തു. അല്ലടി, വല്ലാത്ത ചതിയായിപ്പോയി നീ ചെയ്തത്. എന്താ, എന്നെ കളിയാക്കിയതാ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല, നീ എന്താ വിചാരിച്ചത്? എൻ്റെ ഫുൾ സ്റ്റോപ്പില്ലാത്ത വർത്തമാനം കേട്ട് ഓളാകെ ഷോക്കായി. അല്ല ഷാ, എന്തു പറ്റി? ഹോം നേഴ്സ് വന്നില്ലേ? ഇന്ന് വരുന്നു എന്ന് ഉറപ്പ് എനിക്ക് തന്നായിരുന്നല്ലോ. ഞാൻ വിളിച്ചു നോക്കാം. ചിലപ്പോൾ അഡ്രസ്സ് മാറിയിട്ടുണ്ടാവും. അഡ്രസ്സ് മാറിയിട്ടൊന്നുമില്ല, ഇവിടെ എത്തിയിട്ടുണ്ട്. ഡ്രസ്സാണ് മാറിയത്. നീ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കിത്തരാം. അല്ല, നീ എന്തിനാ എനിക്ക് ഹിജാബിട്ട പെണ്ണുങ്ങളെ മാത്രം ഇഷ്ടപ്പെടൂ എന്നൊക്കെ പറയാൻ പോയത്? ഞാനോ? ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. എന്താ ഉണ്ടായേ? ഇവിടെ വന്ന ആൾ ആകെ മൊത്തം ഷാളോണ്ട് പൊതിഞ്ഞു കെട്ടിയിട്ടുണ്ട്. ഹി, നല്ല കഥ. അതേതായാലും നിന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ജോലിക്ക് വന്ന ആളാ. എനിക്കിഷ്ടപ്പെട്ടു. ചക്കിക്കൊത്ത ചങ്കരൻ എന്നാ പറയാറ്. ഇത് നേരത്തെ തിരിച്ച് ചങ്കരനൊത്ത ചക്കി എന്ന് പറയേണ്ട അവസ്ഥയായി. കിണിക്കേണ്ട, നിന്നോട് ചോദിക്കാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മറുതലയ്ക്ക് ആയിഷയുടെ പൊട്ടിച്ചിരി മുഴങ്ങിയപ്പോൾ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ കോൾ കട്ട് ചെയ്തു. എനിക്കുള്ള ഭക്ഷണവുമായി വന്ന് എന്നെ പിടിച്ച് ചാരി ഇരുത്തി ഭക്ഷണം കയ്യിൽ വെച്ചു തരുമ്പോഴാണ് എൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി ഉടക്കിയത്. ഒരു നിമിഷം സ്തംഭിച്ചു പോയ ഞാൻ പോലും അറിയാതെ എൻ്റെ നാമം ഉച്ചരിച്ചു. അജ്വ.